2026 12,000 രൂപ കൊടുത്ത് ഈ ഒരു വയർലെസ് മൈക്ക് വാങ്ങുന്നത് വെർത്താണോ അതോ 1000 രൂപ താഴെ വരുന്ന ഈ വയേർഡ് മൈക്കാണോ വെർത്ത് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ വീഡിയോ ഷൂട്ടിന് വേണ്ടി നമ്മളൊരു മൈക്ക് തേടിക്കൊണ്ടിരുന്നു. നെറ്റിലും അതേപോലെ റെഡിറ്റിലൊക്കെ എല്ലാത്തിലും അന്വേഷിച്ച് കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു മോഡലാണ് ഹോളി ലാൻഡ് ലാർക്ക് M2. ഇതിന്റെ പ്രൈസ് വരുന്നത് 12,000 രൂപയാണ്. ഓക്കെ, ഈ ഒരു പൈസക്ക് ഈ ഒരു മൈക്ക് വെർത്താണോ ഇല്ലേ എന്നാണ് നമ്മൾ ചോദ്യം. ഇത് ഞാൻ 3 വർഷം മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ബോയോര മൈക്കാണ്. വയേർഡ് ആണ്, 6 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഒമ്നി ഡയറക്ഷൻ ആണുള്ളത്, പക്ഷേ നല്ലൊരു ക്വാളിറ്റിയാണ്. സോ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈക്ക് വേണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ്. വെറും 1000 താഴെ മാത്രമേ ഇത് വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ശരിക്കും ഒരു നല്ല ക്വാളിറ്റി മൈക്കാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ ബ്രാൻഡിന് തന്നെ എടുക്കാനുള്ള റീസൺ ഈ വീഡിയോ ഫുൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടാണ്. സോ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റിയിലെ വ്യത്യാസം തിരിച്ചറിയാം. ഇനി ഈ പ്രോഡക്റ്റിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്? 2 കോയിൻ സൈസ് മൈക്കാണ് വരുന്നത്. അതും സ്ട്രോങ് മാഗ്നറ്റ് ആണ് കേട്ടോ, നല്ലോണം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ വെയിറ്റും എന്താണ് കുറവാണ്. പിന്നെ ഒരു ടൈപ്പ് സി റിസീവർ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ്രോയിഡ് ഫോണിലും അതേപോലെ ഐഫോണിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഒരു ക്യാമറ കൊടുക്കുന്ന റിസീവർ ആണ്. അത് കൊടുക്കാനുള്ള ഒരു കണക്ടർ കോഡും ഉണ്ട്. പിന്നെ ബോക്സ് വരുന്നത് 2 വിൻഷീൽഡും അതേപോലെ 2 മാഗ്നറ്റിക് നെക്ലേസും ഒരു USB C to A ചാർജിങ് കേബിളും മൈക്ക് മറയ്ക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റിക്കേഴ്സുമാണ് ഈ ഒരു ബോക്സിൽ പിന്നെ ഉള്ളത്. പിന്നെ കുറച്ച് വാറന്റി കാർഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പറയാം. ഈ പ്രോഡക്റ്റിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ANC സപ്പോർട്ട് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള നോയ്സ് ഇതിന്റെ ക്യാൻസൽ ഔട്ട് ചെയ്യും. പിന്നുള്ള അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മൈക്ക് കിട്ടുന്നുണ്ട്, ഓൾറെഡി പറയുന്നുണ്ട്. അതും കോയിന്റെ അത്ര വലിപ്പം മാത്രമേ ഉള്ളൂ. സോ എന്താകത്തില്ല, ഇങ്ങനെ തൂങ്ങി കിടക്കത്തുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇഷ്ടമുള്ള സ്ഥലത്ത് ഹൈഡ് ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്ന സൈസ് 24 ബിറ്റ് ആണ്. ഓരോ മൈക്കും 10 മണിക്കൂർ പ്ലേ ബാക്ക് ആണ് തരുന്നത്. ചാർജിങ് കേസ് 40 മണിക്കൂറാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം നിങ്ങൾക്ക് കണ്ടന്റ് ഷൂട്ട് ചെയ്യാം. ചാർജ് പോകുമെന്ന് വിചാരിക്കേണ്ട. അല്ലെങ്കിൽ ചാർജ് തീരുമെന്ന് ഉറപ്പ് തോന്നിക്കഴിഞ്ഞാൽ കേസിലൊന്ന് ഇടുക. 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2-3 മണിക്കൂർ കണ്ടിന്യൂസ് സംസാരിക്കുള്ള ചാർജ് കിട്ടും. ഇവിടെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപ്പിൾ സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ റിസീവർ യൂസ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റിന്റെ ബാറ്ററി സൈസും അതേപോലെ ഇതിന്റെ ആയിട്ടുള്ള ഫുൾ കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപ്പ് ത്രൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി മെയിൻ ഇവന്റ് ഇത് വെർത്താണോ അല്ലയോ നമുക്ക് അറിയണ്ടേ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ടെസ്റ്റിംഗിലോട്ട് കടക്കാം. പ്രൊഡക്റ്റ് എന്താണെന്നും പ്രൊഡക്റ്റിന്റെ അകത്ത് വരുന്ന സാധനങ്ങളെ പറ്റി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ തൊട്ട് മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റ്? നമ്മുടെ മൈക്ക് പറയുന്ന എല്ലാ കാര്യങ്ങളും റൈറ്റ് ആണോ എന്നുള്ളൊരു ക്രോസ് ചെക്കിംഗ് ആണ് നടത്തുന്നത്. ഇത് സത്യാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്നത് കൊണ്ട് യൂസ് ഉള്ളൂ. ഇതിൻ്റെ അകത്ത് 1-2 ടെസ്റ്റുകൾ ഓപ്പൺ ആയിട്ട് പറയാം. ആദ്യ പോരായ്മ, ഇത് ബട്ടൺ സൈസ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മൈക്കിന് ബട്ടൺ സൈസ് അല്ല. അത്രയും വലിയ ബട്ടൺ ഉണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊരു നാണയത്തൊട്ടിന്റെ വലുപ്പം വരുന്നുണ്ട്. പക്ഷെ മാഗ്നറ്റിക് അത്യാവശ്യം നല്ല പവർഫുൾ മാഗ്നറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊരിപ്പോകാനോ അല്ലെങ്കിൽ വെയിറ്റ് കുറവാണ്. അതൊരു ക്വാളിറ്റി പോയിന്റ് ആണ്. വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചേഞ്ച് ആവുന്ന തരത്തിലേക്കുള്ള തൂക്കം വരുന്നില്ല. 3, ബാറ്ററി ബാക്കപ്പ്. ബാറ്ററി ബാക്കപ്പ് ഏകദേശം നമ്മൾ എടുത്തതിന് ശേഷം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഈസി ടു ക്യാരി ആണ്. നമുക്കിത് കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു പോരായ്മ, നമ്മുടെ ഈ റിസീവർ ആയിട്ട് പറയുന്ന ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും ടാബ് ആയാലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന പ്രൊഡക്റ്റ് അതിൻ്റെ അകത്ത് വെക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ചാർജിങ് ആവശ്യമായിട്ടുള്ള സാധനം മാത്രം ബോക്സിനകത്ത് മതി എന്നുള്ളൊരു രീതി ആയിരിക്കും കൊണ്ടുവന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതും കൂടെ അതിൻ്റെ അകത്ത് ക്യാരി ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാൻ ഒരു ഈസി ആയിരുന്നു. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കേസിലാണ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. പിന്നെ ഇതിന്റെ പോരായ്മകൾ പറയുക തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏകദേശം എത്രത്തോളം പ്ലസ് ഉണ്ട് എത്രത്തോളം മൈനസ് ഉണ്ടെന്ന് അറിയാൻ കഴിയൂ. പറയപ്പെടുന്ന ഒരു കാര്യം, നോയ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് പറയപ്പെടുന്നു. അതിനൊരു ഇംഗ്ലീഷ് പദമുണ്ട്, അഡ്വാൻസ്ഡ് ENC. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സറൗണ്ടിങ്ങിലുള്ള ശബ്ദം ഇതിന് സെക്കൻഡറി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ അതോ സെക്കൻഡറി ആയിട്ടാണോ മാറുന്നത്? പ്രിഫറൻസ് മെയിൻ വ്യക്തി മെയിൻ വോയിസിലേക്ക് മാത്രമാണോ മാറുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ ആദ്യം പോകുന്നത്, നോർമലി ഇപ്പം ഇതിൻ്റെ കളർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നോർമലി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സറൗണ്ടിങ്ങിൽ അങ്ങനെ ബഹളോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ സറൗണ്ടിങ്ങിൽ ബഹളം വെക്കും. TV അതിനൊക്കെ തന്നെ വെഹിക്കിൾ സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നോയ്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ ശബ്ദം പെർമറി സെക്കൻഡറി എന്നുള്ള രീതിയിൽ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ സെക്കൻഡറി വോയിസ് ആയിട്ട് വരുന്ന അപശബ്ദങ്ങളെല്ലാം ഒഴിവാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യം നമ്മൾ വോയിസ് ഉണ്ടാക്കുകയാണ്. അത് TV യിലാണ് പ്ലേ ചെയ്യുന്നത്. TV
ടി വിയിൽ പ്ലേ ചെയ്തതിന് ശേഷം ഏകദേശം കുറച്ച് വോളിയം കൂടാം. വോളിയം കൂടുന്ന സമയത്ത് ഞാൻ പറയുന്ന വോയിസ് എത്രത്തോളം ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ പോകുന്ന സാധനം എത്രത്തോളം ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഞാൻ ടി വിയുടെ അടുത്തോട്ട് പോകണമെങ്കിൽ പോകാം, പോകണ്ടെന്നുണ്ടെങ്കിൽ പോകണ്ട. ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. സറൗണ്ടിങ്ങിൻ്റെ ശബ്ദമെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ കളർ ഏകദേശം സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. ഇത് പച്ച വീഴണം. പച്ച വീണ് കഴിഞ്ഞാലാണ് ANC, അഡ്വാൻസ്ഡ് ANC അല്ല ENC, അഡ്വാൻസ്ഡ് ENC ലെവലിലേക്ക് ആക്കാൻ പോവുകയാണ്. ഒറ്റ ക്ലിക്കാണ്. യെസ്, പച്ച തെളിഞ്ഞു. ഇനി വരുന്ന ശബ്ദത്തിന് എത്രത്തോളം പ്രാധാന്യം വരുന്നുണ്ട്, സെക്കൻഡറി വോയിസ് ആണോ അതോ ആ വോയിസിനെ പൂർണ്ണമായി കട്ട് ചെയ്ത് കളയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഏകദേശം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റോഡ് സൈഡിലാണ്. റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് നോക്കുക. അഡ്വാൻസ്ഡ് ENC മോഡ് ഓണാക്കാൻ പോവുകയാണ്. ഏകദേശം പച്ച തെളിഞ്ഞിട്ടുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നോക്കുക. നമ്മുടെ സറൗണ്ടിങ് ആയിട്ട് വണ്ടി കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഏകദേശം ഇത്രത്തോളം ദൂരം വരുന്നുണ്ട്. കണക്ഷൻ കട്ടാവുന്നുണ്ടോ? ഇനി നമുക്ക് റോഡിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാം. ഏകദേശം റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്തും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. നമ്മളിപ്പോൾ ENC മോഡലിലാണ് കിടക്കുന്നത്. ഏകദേശം എന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്നില്ലെന്ന് അറിയത്തില്ല. ഞാൻ ഏകദേശം ENC മോഡ് ഓഫാക്കി ജസ്റ്റ് ബൈക്കിൽ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. ജസ്റ്റ് ENC ഓണാക്കി കഴിഞ്ഞു. ഇനി ശബ്ദം എത്രത്തോളം അടിപൊളിയായിട്ട് എടുക്കുന്നു എന്നുള്ളത് അറിയത്തില്ല. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഏകദേശം നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഒരു 30 മീറ്ററിന് മുകളിൽ വരുന്നുണ്ട്. 30ഓളം മീറ്റർ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അഡ്വാൻസ്ഡ് ENC മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ഓണാക്കി യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊരു സറൗണ്ടിങ്ങിലുള്ള എല്ലാ കാര്യങ്ങളും ഓഫായി പോകുന്നില്ല എങ്കിലും പ്രാധാന്യം കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിക്ക് തന്നെയാണ്. ദൂരം നോക്കാൻ നേരത്തെ ഏകദേശം 30 മീറ്ററോളം മാറി നിന്നിട്ടും കണക്ഷൻ കട്ടായിട്ടില്ല. അപ്പോൾ അതും ഒരു പ്ലസ് തന്നെയാണ്. പ്രാങ്ക് ഒക്കെ ചെയ്യുന്നവർക്ക് ഏകദേശം ഈ മൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ റിസീവറിൽ നിന്നും മൈക്കിന്റെ ദൂരെയാണെങ്കിലും ക്യാമറമാൻ കുറച്ച് അകലെ നിന്ന് എടുത്തു കഴിഞ്ഞാലും വോയിസ് ബ്രേക്ക് ആവാതെ തന്നെ കിട്ടുന്നുണ്ട്. എങ്കിൽ കൂടിയും ഹോൺ ആയാലും ബൈക്കിന്റെ ശബ്ദമാണെങ്കിലും അതിന്റെ ഓരോ വണ്ടിയെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പോൾ ഏകദേശം ചില ഹോണുകൾക്ക് പ്രാധാന്യം കൂടുതൽ വരുന്നുണ്ടെങ്കിലും സംസാരിക്കുന്ന വ്യക്തിക്ക് തന്നെയാണ്. അപ്പം അഡ്വാൻസ്ഡ് ENC മോഡ് അടിപൊളിയാണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക്കിന്റെ കേസ് പറഞ്ഞു, അത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഏകദേശം ഇത് ഓപ്പൺ ചെയ്ത് തിരിച്ച് ആക്കി കഴിഞ്ഞാലും തറയിൽ വീഴുന്നില്ല. 1, 2 നമ്മൾ ഏകദേശം ഒന്ന് ഓടാൻ ശ്രമിക്കുന്നു, മൈക്കോട്ട് ഓടുന്നുണ്ടെങ്കിൽ തറയിൽ വീഴുന്നില്ല. അപ്പൊ മാഗ്നറ്റിക്കിന്റെ രീതിയും അടിപൊളിയാണ്. ഇതിൽ അത്യാവശ്യം പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ പ്രാധാന്യമാണ്. അപ്പൊ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഈ ഒരു കാലഘട്ടത്തിൽ 2026 ഇതുപോലൊരു മൈക്ക് 12,000 അകത്ത് വാങ്ങുന്നത് ബെനിഫിറ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ, 1 ടൈം വാങ്ങുന്ന ഒരാൾക്ക് യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ വാങ്ങുക. ഒരു 5,000 റേഞ്ചിലുള്ള മൈക്കുകളും ഉണ്ട്, ഒരു 2,000 റേഞ്ചിലുള്ള മൈക്കുകളും ഉണ്ട്. ബ്ലോഗിനും അതുപോലെ തന്നെ ഓഡിയോയ്ക്കും നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് ഒരു പെർഫെക്ഷൻ വേണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് 1 ടൈം ആണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നോക്കി ഇതുപോലുള്ള മോഡൽസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താം. ഓക്കെ, ശരി, താങ്ക് യു.